നിങ്ങൾ ആരാ? ഞാൻ തന്നെ. ഇവിടെ എങ്ങനെ എത്തിയത്? എന്നെക്കുറിച്ച് സാവകാശം പറയാം. ആദ്യം ഇതെന്തിനു ചെയ്തെന്ന് പറ. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? നിങ്ങളുടെ കാര്യം നോക്കിയപ്പോ ഞാൻ എൻ്റെ വഴിക്ക് പോകുമ്പോഴാ നിന്നെ കണ്ടത്. ശരി, എന്തിനാ മരിക്കണമെന്ന് വിചാരിക്കുന്നത്? ഞാൻ ജീവിച്ചിരുന്നിട്ട് ആർക്കാ പ്രയോജനം? അതാ ചാവാൻ തീരുമാനിച്ച്. നീ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല. മരിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ. മരിച്ചാൽ കഷ്ടങ്ങളെല്ലാം തീരുമെന്ന് വിചാരിച്ചാൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരെല്ലാവരും മരിക്കണ്ടേ? ആദ്യം നിന്റെ കഷ്ടപ്പാടെന്താണെന്ന് പറയൂ. നിങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കി തരുമോ? പരിഹാരമുണ്ടാക്കുമോ ഇല്ലയോ? എന്തായാലും കാര്യം പറ. ആ മോളിലിരിക്കുന്നവരുണ്ടായിരുന്നെങ്കിൽ 10 വർഷമായിട്ട് എന്റെ ഭൂമി ഇങ്ങനെ വരണ്ടു പോവായിരുന്നോ? എന്റെ ജീവിതം ഇങ്ങനെ നശിക്കുമായിരുന്നോ? നീ 3 സ്ഥലത്ത് അധ്വാനിച്ചത് ഒരേയിടത്ത് അധ്വാനിച്ചിരുന്നെങ്കിൽ വെള്ളം നിശ്ചയമായും ലഭിച്ചേനെ. ഒരമ്മയും കുഞ്ഞിന് ദ്രോഹം ചെയ്യില്ല. ഈ ഭൂമിദേവിയും അങ്ങനെ തന്നെ. സായി, ഭക്തർ ദൈവത്തെ തേടി പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഭക്തരെ തേടി പോകുന്നത് വലിയ അത്ഭുതമായിരിക്കുന്നു. ഭക്തനും ശരിയായ ഭക്തനും തമ്മിൽ നിറയെ വ്യത്യാസമുണ്ട്. സാധാരണക്കാരനായ ഭക്തൻ ദൈവമുണ്ടെന്ന വിശ്വാസത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ശരിയായ ഭക്തൻ ദൈവത്തെ അനുഭവത്തിൽ കാണുന്നു. അരി അളന്നുകൊണ്ടിരിക്കുകയാണ് ബാബ. ആണല്ലേ? ഞാനും സഹായിക്കാം. ബാബ, എന്തിനാ അതൊക്കെ ചെയ്യുന്ന? വരൂ ബാബ. അതിലെന്താണ് കുഴപ്പം? എല്ലാവരും അധ്വാനിച്ചാലല്ലേ വിളവിന്റെ പങ്ക് ലഭിക്കൂ. ഈ വിളവ് തന്നത് തന്നെ അങ്ങയുടെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഈ വർഷം വിളവേ ഉണ്ടാകുമായിരുന്നില്ല. ആ ഭാഗ്യത്തിന് കാരണം ഈ വീട്ടിലെ ഗൃഹലക്ഷ്മികളാണ്. ബാബ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വേണം ആഹാരം കഴിക്കാൻ. എന്നും തരുന്നുണ്ടല്ലോ. എന്നും കൊടുക്കുന്നുണ്ടെന്നോ? ആ, ഒരിക്കൽ പൊങ്കൽ തന്നല്ലോ. അതിനു മുൻപ് ലഡുവും തന്നു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നലെ പാലടയും തന്നു. ബാബ, ഞങ്ങൾ അങ്ങേക്ക് തന്നത് നിവേദ്യമാണ്, ആഹാരമല്ല. നിവേദ്യം എന്നത് എൻ്റെ ആഹാരമാണ്. നിങ്ങൾ എവിടെ നിവേദ്യം വച്ചാലും ഞാൻ എവിടെയായിരുന്നാലും അതെൻ്റെ വയറു നിറയ്ക്കും. അന്ന് കഴിച്ച ലഡുവിൻ്റെ രുചി ഇപ്പോഴും നാവിലുണ്ട്. അല്ല ബാബ, ഞങ്ങളുടെ കൈകൊണ്ട് ആഹാരം അങ്ങേക്ക് തന്നാൽ ഞങ്ങൾക്ക് തൃപ്തിയാകും. അതെ ബാബ, ഞങ്ങളെ അനുഗ്രഹിക്കൂ ബാബ. നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്തോളൂ. ശരി ബാബ. മോളെ, ചേച്ചി വാ, നമുക്ക് പോയി എല്ലാം തയ്യാറാക്കാം. ശരി ചേച്ചി. അല്ലാ മാലിക്. 4 ഗുണം 1 4, 4 1 4, 4 ഗുണം 2 8, 4 ഗുണം 3 12, 4 ഗുണം 4 4 4 16, 4 ഗുണം 5 4 5 20. ഇതങ്ങനെ തുടരും. 24 ഒന്നും ചെയ്യില്ല, നീ വാ. ശരി, വരാം. ഒന്നിനു പൊക്കോട്ടെ. ആ, പോയിട്ട് വാ. ആ, 4 10 40. എന്തിനാടാ വരാൻ പറഞ്ഞേ? അതൊന്നുമില്ല, വാ, ഗോലി കളിക്കാൻ പോവാ. അയ്യോ, എന്റെ അച്ഛനറിഞ്ഞാ എന്റെ ചന്തിക്കിട്ട് നല്ല അടി കിട്ടും. ഞാൻ വരില്ല. അച്ഛനൊന്നും ചെയ്യില്ലടാ. നിന്റെ അച്ഛനിപ്പോഴേ കുതിരവണ്ടിയിൽ ദൂരെ എവിടെയോ പോകുന്നത് കണ്ടു. ഇനി വൈകുന്നേരം വരുള്ളൂ. ഇപ്പൊ ഗോലി കളിക്കാൻ നമ്മ രണ്ടുപേരും മാത്രം പോരല്ലോ. അവരെയും വിളിക്കാം, നിക്ക്. എല്ലാം എഴുതി കഴിഞ്ഞോ? വാടാ, വാ, ഗോലി കളിക്കാം, വാ. തെറ്റെഴുതി വെച്ചാ മാഷേ, ഒന്നിനു പൊക്കോട്ടെ. ശരി പോ. എടാ, അങ്ങനെ വീട്ടിൽ പോയേക്കരുത്, വേഗം വന്നേക്കണം. നാളെ വന്ന ഉടനെ എല്ലാവരോടും 4 പട്ടികയെന്ന് ചോദ്യം ചോദിക്കും. പറഞ്ഞില്ലെങ്കിൽ
4 12 48. 4 12 48. എന്താടാ ഒരുത്തം മാത്രമേ പറയുന്നുള്ളൂ? ബാക്കിയുള്ളവരൊക്കെ എവിടെയാടാ? മാഷി കണ്ടടാ, വാ വാ വാ. എടാ കുരുത്തം കേട്ടോമാരെ, എന്താടാ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? നിനക്ക് മാത്രം 1 2 3 പോവാൻ തോന്നില്ലേ? വരുന്നുണ്ട്, പക്ഷേ ഞാൻ പോകുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ പോയിട്ടാ വന്നേ. തിരിച്ച് വീട്ടിൽ പോകുന്നവരെ പോവില്ല. നീ മാത്രം ഇവിടെ ഇരുന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. നീയും പോയി ആ കന്നുകാലിയുടെ കൂടെ ചേർന്നോ. പോ പോ. അമ്മേ സരസ്വതി, ഇവരെ ഞാൻ എങ്ങനെ ഈ പാഠങ്ങൾ പഠിപ്പിക്കും? അമ്മേ, അച്ഛൻ എങ്ങോട്ടാ അമ്മേ പോയത്? അമ്മേ, പോയിട്ട് എപ്പോ വരും അമ്മേ? അമ്മേ പറയമ്മേ, അമ്മേ പറയമ്മേ. നിൽക്കൂ നിൽക്കൂ. അതെ, എന്തിനാ എന്നോട് ഇങ്ങനെ? ഞാൻ പറയുന്നതൊന്ന് കേൾക്കും. നിങ്ങൾ ഇങ്ങനെ പോയാ ഞങ്ങൾക്ക് വേറെ ആരുണ്ട്? എല്ലാവർക്കും തുണയായി മുകളിൽ ഒരാളുണ്ട്. വിതച്ചവൻ വെള്ളം ഒഴിക്കാതിരിക്കുമോ? എല്ലാം അവിടുന്ന് തന്നെ നോക്കിക്കോളും. നിങ്ങളുടെ ഇഷ്ടത്തിന് ആ ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്നെ മക്കളെ ഉപേക്ഷിച്ച് പോകുന്നത് ന്യായമാണോ? ഞാൻ പറയുന്നത് പോലെ ഇവിടെ നിന്നൂടെ? ഇത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ കുടുംബം നോക്കിക്കോളാം. ആ ധ്യാനം ഇവിടെ ഇരുന്ന് ചെയ്തൂടെ? ഭാര്യയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വഴി തേടി പോവുകയാണ്. ദയവ് ചെയ്ത് എനിക്ക് തടസ്സം നിൽക്കരുത്. എന്നെ പോകാനോ? നിൽക്കൂ നിൽക്കൂ, പോവല്ലേ. നമ്മുടെ മക്കളെ ഓർത്തില്ല. അമ്മേ അമ്മേ വിശക്കുന്നമ്മേ, അമ്മേ വിശക്കുന്നു. ചോറ് വേണമേ, എനിക്ക് വിശക്കുന്നു. അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അമ്മേ, ചോറ് താമ്മേ. അമ്മേ വിശക്കുന്നു. വിശക്കുന്നമ്മേ. ചോറ് താ. ദൈവമേ, നീ തന്നെ രക്ഷിക്കണേ. ദൈവമേ, നീ തന്നെ രക്ഷിക്കണേ.
നട്ടുച്ചയ്ക്കാണല്ലോ യാത്രയായത്. കണ്ട ഏറെ ദൂരത്തുനിന്ന് വരികയാണെന്ന് തോന്നുന്നു. അതിരിക്കട്ടെ, എവിടേക്കാണ് പോകേണ്ടത്? സന്യാസം സ്വീകരിച്ച് കാശിക്ക് പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് ഞാൻ എൻ്റെ മരണം വരെ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. അങ്ങനെയാണോ? വളരെ നല്ല കാര്യം. കാശിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹവുമായി ഇറങ്ങിത്തിരിച്ചത് വളരെ നല്ല ഉദ്ദേശം. പക്ഷേ സന്യാസത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ അതിൽ തുടരുന്നത് എളുപ്പമല്ല. ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി എനിക്കെന്താ കഷ്ടം? ബന്ധങ്ങൾ ഉപേക്ഷിച്ചു വന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിനു മുൻപ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഫക്കീർ. ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്. അവരെ എല്ലാവരെയും ഉപേക്ഷിച്ചാ വന്നിരിക്കുന്നത്. അവർ പോകാൻ പറഞ്ഞതോ അതോ സ്വയം വന്നതോ? അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഫക്കീർ? ഞാൻ തന്നെയാണ് അവരെ ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത്. അപ്പോ ഗൃഹനാഥനില്ലാതെ വീട്ടിലുള്ളവർ എങ്ങനെ ജീവിക്കും? അതെല്ലാം ഞാനെന്തിനറിയണം ഫക്കീർ? ഞാൻ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞില്ലേ? സന്യാസം സ്വീകരിച്ചാൽ വിശപ്പും ദാഹവും ഉണ്ടാകില്ലേ? എന്തുകൊണ്ടുണ്ടാവില്ല? അപ്പോഴെന്തു ചെയ്യും? ഭിക്ഷാടനം നടത്തി ജീവിക്കും. അപ്പോ ഭാര്യയും മക്കളോടും ഭിക്ഷാടനം ചെയ്ത് ജീവിക്കാൻ പറഞ്ഞിട്ടാണോ ഇറങ്ങിത്തിരിച്ചത്? ഫക്കീറെ, അവരെ കഷ്ടപ്പാടുകൾ ഞാനിതിനെ അന്വേഷിക്കുന്നേ. ഞാൻ സന്യാസം സ്വീകരിച്ചില്ലേ? ബന്ധങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയല്ലേ? ഇപ്പോൾ ഇല്ലെന്നു പറയുന്നു. ഇപ്പം ബന്ധം ഉപേക്ഷിച്ചല്ലേ വന്നിരിക്കുന്നേ? നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസമില്ലേ? എന്തുകൊണ്ടില്ല? അതുകൊണ്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചേ. ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് പറയുമ്പോൾ മംഗല്യ സൂക്തം കേട്ട് സത്യം ചെയ്തതിന്റെ വില നിനക്ക് അറിയില്ലെന്ന് തോന്നുന്നു. സത്യം ചെയ്യുന്നത് എത്ര വേണമെങ്കിലും ആകാമല്ലോ. അത് നിറവേറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സത്യം ചെയ്ത് ദാമ്പത്യ ജീവിതം ഏറ്റെടുത്ത നിങ്ങൾക്ക് അത് തുടരാനാകുന്നില്ലെങ്കിൽ സന്യാസത്തിൽ എങ്ങനെ തുടരാനാകും? അതുകൊണ്ടാ, അങ്ങനെയുള്ള ആത്മവിശ്വാസത്തിന് വേണ്ടിയാ അങ്ങേപ്പോലുള്ള മഹാനെ അന്വേഷിച്ചാൻ വന്നത്. എനിക്ക് ജ്ഞാനോദയം ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങേപ്പോലുള്ള മഹാനെ തേടി ഞാൻ ഇറങ്ങിയത്. ഒരു വിളക്ക് തെളിയിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മറ്റൊരു വിളക്ക് അണയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഒരു വിളക്കും കെടുത്തിയില്ലല്ലോ ഫക്കീർ. ഭാര്യ എന്ന ഒരു വിളക്ക് അണച്ചിട്ടല്ലേ സന്യാസം എന്ന വിളക്ക് കത്തിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഫക്കീർ. എല്ലാം ദൈവത്തിന്റെ ലീലകളാണ്. ദൈവത്തിൽ നിനക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് നീ വരുമായിരുന്നില്ല. എന്നുവെച്ചാ സന്യാസം സ്വീകരിച്ചത് തെറ്റാണെന്നാണോ? സന്യാസം സ്വീകരിക്കുന്നത് തെറ്റല്ല. അതിനെക്കുറിച്ച് അറിവില്ലാതെ ഇറങ്ങുന്നതാണ് തെറ്റ്. സൂക്ഷിച്ച് ഇരിക്കെ. അല്ലാ, വെയിലത്ത് വന്നതല്ലേ, ഇതാ ഈ റൊട്ടി കഴിക്കൂ, വിശപ്പ് മാറട്ടെ. ഈ വെള്ളം കുടിക്കൂ. വിശപ്പ് മാറിയോ? മാറി ഫക്കീർ. ദൈവത്തെ പോലെ വന്ന് എന്റെ വിശപ്പ് മാറ്റി. അപ്പോ നിന്റെ വിശപ്പ് മാറ്റി എന്നെ ദൈവമാക്കി. നിന്നെ ദൈവമായി കാണുന്ന കുടുംബാംഗങ്ങൾക്ക് പട്ടിണിയെടുക്കാൻ വരം നൽകിയിട്ടാണോ വന്നത്? അമ്മേ, അമ്മേ, വിശക്കുന്നമ്മേ, വല്ലാതെ വിശക്കുന്നമ്മേ, ചോറ് അമ്മേ, അമ്മേ, വല്ലാതെ വിശക്കുന്നമ്മേ, അമ്മേ, വിശക്കുന്നമ്മേ, എന്തേലും താ കഴിക്കാൻ, എന്തേലും താ അമ്മേ, വിശക്കുന്നമ്മേ, അമ്മ.
മക്കൾ സന്യാസം സ്വീകരിച്ചാൽ മാതാപിതാക്കൾക്ക് അത് സ്വീകാര്യമാകും. പക്ഷേ ഭാര്യയും മക്കളും അത് സഹിക്കില്ല. അവരെ അനാഥരാക്കിയിട്ട് നാം നമ്മുടെ വഴി തേടുന്നത് അത് സന്യാസം സ്വീകരിക്കലല്ല, ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് പറയാം. നിൽക്കൂ, നിൽക്കൂ, പോവല്ലേ. നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും. കുടുംബജീവിതത്തോടൊപ്പം തന്നെ സന്യാസതുല്യമായ ജീവിതം നയിച്ച മഹാന്മാർ എത്രയോ പേർ ഈ പുണ്യഭൂമിയിലുണ്ട്. കുടുംബജീവിതം നീ ധരിക്കുന്നത് പോലെ അത്ര കഠിനമല്ല. ബ്രഹ്മചര്യം, കുടുംബജീവിതം, വാനപ്രസ്ഥം, സന്യാസം, ഈ ജീവിതാന്തസ്സുകളിൽ കുടുംബജീവിതമാണ് ഏറ്റവും മഹത്വമുള്ളത്. പങ്കാളിയോട് ചേർന്ന് ദാമ്പത്യ കടമകൾ നിറവേറ്റി മോക്ഷം പ്രാപിച്ച മഹാന്മാരുമുണ്ട്. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ സന്തോഷം വിട്ട് സഹോദരീ സഹോദരന്മാരായി ജീവിക്കും. ഭാര്യ ഭർത്താക്കന്മാർ മനസ്സുവെച്ചാൽ ഈ ലോകത്തിൽ വച്ച് തന്നെ മോക്ഷം പ്രാപിക്കാം. അത് ഭാര്യയുടെ പിന്തുണയോടെ സാധ്യമാകും. വീണ്ടും ഒരു ഘട്ടം കഴിയുമ്പോൾ ഭർത്താവിന് ഭാര്യ ദൈവത്തെ പോലെ തോന്നും. അങ്ങനെ ഭാര്യയെ ദൈവമായി പൂജിച്ച മഹാത്മാക്കളും പരമഹംസാക്കളും ഈ പുണ്യഭൂമിയിൽ ധാരാളമുണ്ട്. ജീവിതത്തിൽ ഭയപ്പെട്ട് നടക്കരുത്. ഉത്തരവാദിത്തത്തോടെ ജീവിക്കണം. ആ ഉത്തരവാദിത്തത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ദാമ്പത്യ ജീവിതം. കഷ്ടപ്പാടുകളെ വിഷമത്തോടെ സ്വീകരിക്കരുത്, സന്തോഷത്തോടെ സ്വീകരിക്കണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനിക്കുന്നതിന് പകരം പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടാൻ പാടില്ല. ഭയം എന്നാൽ അത് പാപമാണ്. അപ്പോൾ എനിക്ക് ആവശ്യമായത് ധൈര്യമെന്ന ആയുധമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഏതിരുട്ടിലും സഞ്ചരിക്കാനാകും. നാം ജീവിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ അതിന് സഹായിക്കുകയും വേണം. അതല്ലേ ഭാര്യയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 4 ആശ്രമങ്ങളും അതിൻ്റെതായ പവിത്രമായ പൂജകൾക്ക് യോഗ്യമാണ്. പക്ഷേ ഇവയിലൊന്നും പെടാത്തവർക്ക് ഈ നിയമങ്ങൾ ബാധകമല്ല. അപ്പോൾ താങ്കൾ അതിൽ പെടാത്തവനോ അതോ ഉൾപ്പെടുന്നവനോ തിരിച്ചറിയൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ വഴി ഫക്കീർ? എന്താ വഴി? അത് ആലോചിച്ച് നോക്കേണ്ടത് നിങ്ങളാണ്. അല്ലാ തേരെ ഗോപാല കരേഗ.